ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം. കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. ഇരമ്യ പ്രവാചകനെ ദൈവം ഒരിക്കൽ കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്തിനാന്ന് ചോദിച്ചാൽ അവിടെ ഒരു കാഴ്ച കാണിച്ചിട്ട് ഇരമ്യാവിനോട് ദൈവം സംസാരിക്കാൻ വേണ്ടിയാണ്. ദൈവം ദർശനത്തിൽ സംസാരിക്കും. നിന്നെ ചില സ്ഥലത്ത് കൊണ്ടുപോയി ചില കാഴ്ച കാണിച്ച് സംസാരിക്കും. അബ്രഹാമിനെ ദർശനത്തിൽ ദൈവം വിളിച്ച് വീടിന് പുറത്തു കൊണ്ടുവന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, എണ്ണാമെങ്കിൽ എണ്ണ്, ഇതുപോലെ നിനക്ക് സന്തതികളെ തരാമെന്ന് അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഇരമ്യാവിനോട് ദൈവം പറയുക, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ല്. കുശവന്റെ വീട്ടിൽ ചെല്ലുമ്പം ഇരമ്യാവ് കണ്ട കാഴ്ച, കുശവൻ ഒരു ചക്രത്തിന്മേൽ ഒരു പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പണിയുടെ നടുവിൽ ആ പാത്രം ഉടഞ്ഞുപോയി. കുശവൻ അതിനെ തനിക്ക് ബോധിച്ച മറ്റൊരു പാത്രമാക്കി മാറ്റി. ഈ കാഴ്ച കാണിച്ചിട്ട് ദൈവം ഇരമ്യാവിനോട് പറയുക, എന്റെ ജനം എന്റെ കൈകളിൽ ഇരിക്കുക, എനിക്കിഷ്ടമുള്ള പോലെ ഒരു പാത്രമാക്കി ഞാൻ അവരെ മാറ്റും. എന്താണ് ഈ വചനത്തിൽ നിന്ന് നിങ്ങളോടുള്ള സന്ദേശം? കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ നാം ദൈവത്തിന്റെ കൈകളിൽ ഇരിക്കുക. യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഒന്നാമത്തെ ഉറപ്പും ധൈര്യവും നീ ഇരിക്കുന്നത് ദൈവത്തിന്റെ കരത്തിൽ ആണ് എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്കെത്താൻ കഴിഞ്ഞില്ല. നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് വളരാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത, ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഏതോ ഒരു ലെവലിലേക്ക് ഒരു കളിമണ്ണിനെ മറ്റൊരു പാത്രമാക്കിയ പോലെ നിങ്ങളെ ദൈവം മറ്റൊരു പാത്രം ആക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, ഈ ദിവസങ്ങളിൽ നിങ്ങളെ ദൈവമെന്ന് ഉടച്ചു പണിയാൻ പോവുകയാണ്. ദൈവകരങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അനുഗ്രഹമെന്ന് പറയുന്ന ഒരു മാനപാത്രമാക്കി നിന്നെ ദൈവം പണിയാൻ പോവുകയാണ്. ആ വിശ്വാസം ഹൃദയത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് കണ്ണുകളെ മെല്ലെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ ഞങ്ങൾ കർത്താവിന്റെ കൈകളിൽ ഇരിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ ഞങ്ങളെ പണിതാട്ട്. ഞങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ, അപമാനിച്ചവരുടെ മുമ്പിൽ അങ്ങ് ഞങ്ങളെ മാനിക്കാൻ പോകുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്നെ പണിയും. അത് നിനക്ക് അനുഗ്രഹമായിരിക്കും.